അടുത്ത സെഷൻ നമ്മുടെ തലപ്പാവ് മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി. ഉണ്ണി ബാലകൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ. 2014 സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, 2016 സംസ്ഥാന മാധ്യമ അവാർഡ് എന്നിവയടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായി. പ്രായമാകുന്നില്ല ഞാൻ, നമ്മുടെ തലപ്പാവ് എന്നിവയാണ് പ്രധാന കൃതികൾ. ശ്രീ NE സുധീർ, എഴുത്തുകാരൻ, സാഹിത്യം, രാഷ്ട്രീയം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ വിവിധ ആനുകാലികങ്ങളിൽ എഴുതുന്നു. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ ആരംഭിക്കുന്നു. ദയവ് ചെയ്ത് വേദിക്ക് മുന്നിൽ നിന്ന് എല്ലാവരും മാറിക്കൊണ്ട് സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓവർ ടു ദ ടോക്ക്. ഹലോ, നമസ്കാരം. ആയിരത്തി 1977 നോൺ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സിന് നോബൽ സമ്മാനം കിട്ടിയ ഇല്യ പ്രിഗോജിനെ നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് ഹോളിൻ്റെ നിഗൂഢതകൾ അനാവരണം ചെയ്ത സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. ഉണ്ണി ബാലകൃഷ്ണനെ രാത്രിയിലെ ടെലിവിഷൻ ഷോയിലൂടെ മിക്കവാറും നിങ്ങളുടെയൊക്കെ ആരാധന ന്യൂസ് ആങ്കറായി അല്ലെങ്കിൽ ഡിബേറ്ററായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവരെ 3 പേരെയും എങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് അടുത്ത ചിന്ത. ഇല്യ പ്രിഗോജിനെയും സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ. നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ കാല മാധ്യമ പ്രവർത്തനം അത്തരത്തിലുള്ള ശാസ്ത്രീയവുമോ അല്ലെങ്കിൽ സാംസ്കാരികവുമായ വൈജ്ഞാനികമായ മേഖലകളിൽ നിന്ന് മാറുകയും ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ വ്യവഹാരത്തിലേക്ക് മാധ്യമപ്രവർത്തനത്തിൽ പങ്കാളിയാവേണ്ടി വന്ന ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിയുടെ സംഭാവനകൾ മലയാളം ഓർക്കാതെ പോകുന്നത്. ഉണ്ണി മലയാളത്തിലെ ഏറ്റവും 21ാം നൂറ്റാണ്ടിൽ മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച വൈജ്ഞാനിക ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പ്രായമാകുന്നില്ല ഞാൻ എന്ന അദ്ദേഹം 2 വർഷം മുമ്പ് എഴുതിയ സമഗ്രമായ പ്രായത്തെക്കുറിച്ച് എഴുതിയ ശാസ്ത്രീയ പഠനമാണ്. ശാസ്ത്രത്തെ അല്ലെങ്കിൽ വിജ്ഞാനത്തെ എങ്ങനെ ഒരു സാഹിത്യ ശാഖയാക്കി മികച്ചതാക്കാമെന്ന് ആധുനിക മലയാളത്തിൽ അതിന് ശ്രദ്ധേയമായ ഇടപെടലുകൾ നൽകിക്കൊണ്ടാണ് ഉണ്ണി ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. അതിനുശേഷം ഉണ്ണി എഴുതിയ ഉണ്ണിയുടെ 2ാമത്തെ പുസ്തകമാണ് നമ്മുടെ തലപ്പാവ് മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി എന്ന ഈ പുസ്തകം. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചുരുങ്ങിയ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോകുന്നത്. ആരാണ് മനുഷ്യൻ എന്ന വലിയ ചോദ്യം മനുഷ്യന് ആശയങ്ങളുമായി സംവേദിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. മനുഷ്യൻ, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് 2000 വർഷം മുമ്പ്, മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്നത്. അതാണ് അതിൽ അടിസ്ഥാനപരമായി മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നിർവചനമെന്ന് ഞാൻ കരുതുന്നു. ചിന്തിക്കാൻ ശേഷിയുള്ള, യുക്തിബോധമുള്ള ജീവിയാണ് അല്ലെങ്കിൽ മൃഗമാണ് മനുഷ്യൻ. പരിണാമത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാധ്യതയായി ഉരുത്തിരിഞ്ഞു വന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കമായിരിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഏറ്റവും ദുർബലനായ, ഉണ്ണി ഇതിൽ പറയുന്നുണ്ട്, ഏറ്റവും ദുർബലനായ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മനുഷ്യനെന്നാണ്. പക്ഷേ
മനുഷ്യൻ സ്വന്തം അതിജീവനത്തിൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ ജീവികളെയും നിയന്ത്രിക്കാനും അതിൻ്റെ മേലെ അധീശത്വം നേടാനും സാധിച്ച ഒരു ജീവി കൂടിയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ മസ്തിഷ്കം ഏത് രീതിയിലാണ് പരിണാമത്തിലൂടെ ഇവിടം വരെ എത്തിയത് എന്നുള്ള വലിയ ചരിത്രമാണ് ഉണ്ണി ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഇനി ഉണ്ണിയോട് തന്നെ ചോദിച്ച് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഉണ്ണിയുടെ പുസ്തകം ആദ്യമായിട്ട് ആദ്യ ഭാഗത്ത് പറയുന്നൊരു കാര്യം, പരിണാമം ഒരുപക്ഷെ നിശ്ചലമായിരിക്കുന്നു, അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ ഗതിയെ മനുഷ്യൻ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ വേഗതയിൽ അതിൻ്റെ വേഗതയിൽ നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യം വളരെ പരിണാമം അവസാനിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എന്നാലും നമ്മൾ സ്വാഭാവികമായ പരിണാമത്തിന് എന്തോ ചിലത് സംഭവിച്ചിട്ടുണ്ടെന്ന തോന്നലോടുകൂടിയാണ് ഉണ്ണി പുസ്തകത്തെ പറ്റി ആദ്യം തുടങ്ങുന്നത്. എനിക്കൊന്ന് അതിനെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു. എന്താണ് പരിണാമത്തെ നിശ്ചലമാക്കിയത്? എല്ലാവർക്കും നമസ്കാരം. സുധീർ പറഞ്ഞതുപോലെ ഈ പുസ്തകം ആരംഭിക്കുന്നത് മനുഷ്യൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ ജീവിയായി മാറിത്തീർന്നത് എന്ന അന്വേഷണത്തോടെയാണ്. നോക്കൂ, നമുക്കറിയാമല്ലോ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർബലനായ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പോൾ ഗ്രീക്ക് ഐതിഹ്യത്തിലൊരു കഥയുണ്ട്, വളരെ പെട്ടെന്ന് ഞാനത് പറയാം. സിയൂസ് എന്നൊരു ദേവത ഒളിമ്പസ് എന്നൊരു രാജ്യം പിടിച്ചടക്കുന്നു. അവിടുത്തെ എല്ലാ ദേവതമാരെയും കൊന്നൊടുക്കുന്നു. 2 പേരെ മാത്രം അവശേഷിപ്പിച്ചു. അവരുടെ പേര് എപ്പിമെത്യൂസ് എന്നും പ്രൊമിത്യൂസ് എന്നുമായിരുന്നു. ഈ 2 പേരെയും വിളിച്ചു വരുത്തിയിട്ട് സിയൂസ് ദേവത അവരെ ഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്നു. എന്നിട്ട് അവിടെ ജീവജാലങ്ങളെ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നു. ഈ ജീവജാലങ്ങൾക്കെല്ലാം നൽകുന്നതിന് വേണ്ടി ഓരോരോ കഴിവുകളും ഈ സിയൂസ് ദേവത ഇവരെ ഏൽപ്പിക്കുന്നുണ്ട്. എപ്പിമെത്യൂസിനെയും പ്രൊമിത്യൂസിനെയും ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഫാക്കൽറ്റീസ് എന്നാണ് നമ്മൾ പറയുക, പ്രഭാവം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അത്തരം ഓരോ ജീവിക്കും കൊടുക്കേണ്ട പ്രഭാവങ്ങളുമായി ഭൂമിയിലേക്ക് എത്തുന്ന എപ്പിമെത്യൂസും പ്രൊമിത്യൂസും അവരുടെ ജോലി ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രൊമിത്യൂസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യനെ നിർമ്മിക്കുക, ദൈവത്തെപ്പോലെ ദൈവസമാനനായ ഒരു ജീവിയെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രൊമിത്യൂസ് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ മറ്റൊരു വശത്ത് എപ്പിമെത്യൂസ് ഒരുപാട് ജീവജാലങ്ങളെ ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ ജീവജാതിക്കും ഓരോ പ്രഭാവങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ചില ജീവികൾക്ക് കടുത്ത രോമക്കുപ്പായങ്ങൾ നൽകി, ചില ജീവികൾക്ക് വലിയ കൊമ്പുകൾ നൽകി, ചില ജീവികൾക്ക് വലിയ ദന്തങ്ങൾ നൽകി, ചില ജീവികൾക്ക് ഓടാനുള്ള കരുത്ത് നൽകി. അപ്പോൾ അങ്ങനെ ഓരോരോ ജീവജാതികളെ ഇങ്ങനെ എപ്പിമെത്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊമിത്യൂസ് ധ്യാനത്തിലിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രൊമിത്യൂസ് മനുഷ്യനെ രൂപകൽപ്പന ചെയ്തപ്പോൾ മനുഷ്യന് കൊടുക്കാൻ ദൈവം നൽകിയ ഒരു കഴിവ് പോലും എപ്പിമെത്യൂസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഗ്രീക്കിലെ ഐതിഹ്യം. ഇതൊരു ഐതിഹ്യമാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച സത്യമാണ്. നമുക്ക് അതിവേഗത്തിലോടാനുള്ള കരുത്തില്ല, നമുക്ക് ആനകളുടെ പോലത്തെ ദീർഘമായ കൊമ്പുകളില്ല, നമുക്ക് വലിയ തേറ്റകളില്ല, നമുക്ക് വലിയ ദന്തങ്ങളില്ല, നമുക്ക് വലിയ രോമക്കുപ്പായങ്ങളില്ല. നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തന്നെ നമ്മൾ കൂട്ടക്കൊല ചെയ്യാൻ ജനിച്ചു വീണ വംശമാണ് എന്നാണ്. അങ്ങനെയുള്ള അത്രയേറെ ദുർബലനായ ജീവിയാണ് മനുഷ്യൻ. ഒരു തേനീച്ച വന്ന് കണ്ണിൽ കുത്തുന്നതിനെ പോലും ഭയന്നിട്ടുള്ള ആളുകളാണ് നമ്മളെപ്പോഴും ഇരുട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വലിയ വന്യമൃഗങ്ങൾ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ ആകെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മനുഷ്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ, ഇത്രയും ദുർബലനായ ജീവി ലക്ഷക്കണക്കിന് വർഷങ്ങൾ അതിജീവിച്ചത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം അന്വേഷിച്ച ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നേരത്തെ സുധീർ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ സംഭവിച്ച വികാസം എന്ന് പറയുന്നത്. നമ്മൾ ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് വലിയ മൃഗങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തിയത്. എങ്ങനെയാണ് മനുഷ്യന് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? മനുഷ്യന് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞത് യുവാൽ നോഹ് ഹരാരിയൊക്കെ പറയുന്നത് പോലെ കഥകൾ നിർമ്മിച്ചുകൊണ്ടാണ് കേട്ടോ. കഥകളാണ് നമ്മൾ നിർമ്മിച്ചത്. ആ കഥകളിലൂടെയാണ് നമ്മൾ ഒന്നിച്ചു നിന്നത് എന്നുള്ളതാണ്. എന്താണ് ആ കഥ? നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ആകാശത്ത് ദൈവങ്ങളുണ്ട് എന്നും
ആ ദൈവങ്ങളുടെ പുത്രനും പുത്രിയുമാണ് നമ്മൾ എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ യോജിച്ചു നിന്നു. ഇത് മറ്റൊരു ജീവിവർഗത്തിനും സാധ്യമായില്ല. യോജിച്ച് നിന്ന 50 മനുഷ്യർ ഒരു കാട്ടാനയെ കൊന്നു. യോജിച്ച് നിന്ന 10 മനുഷ്യർ ഒരു കടുവയെ കൊന്നു. ഇങ്ങനെ യോജിച്ച് നിൽക്കാൻ പറ്റുന്ന കഥകൾ നിർമ്മിച്ചുകൊണ്ടാണ് മനുഷ്യർ ഈ ലോകത്ത് അതിജീവിക്കുകയും എല്ലാ വന്യജീവികളെയും കൊന്നടുക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിയന്താക്കളായി മാറുകയും ചെയ്തത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്നിപ്പോൾ ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. ഈ 800 കോടി മനുഷ്യരിൽ 300 കോടി മനുഷ്യരെ ഒന്നിച്ച് നിർത്തുന്നത് ഒരു കഥയാണ്. ആ കഥയുടെ പേര് ബൈബിൾ എന്നാണ്. കഥകൾക്ക് മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയും. 200 കോടി മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്തുന്നതും ഒരു കഥയാണ്. ആ കഥാപുസ്തകത്തിൻ്റെ പേര് ഖുറാൻ എന്നാണ്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന മുഹമ്മദിനും ജോർദാനിലുള്ള അഹമ്മദിനും ഒരേ സമയം ഒന്നിച്ച് ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു കഥയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ്. 100 കോടിയോളം വരുന്ന ഹിന്ദുക്കളെ ഒന്നിച്ച് നിർത്തുന്നത് രാമായണം, മഹാഭാരതം എന്ന കഥയാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ഈ ചോദ്യത്തിൻ്റെ മറുപടി അവസാനിപ്പിക്കാം. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ട യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധമാണ്. ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഒരു കവിതയാണ്. ആ കവിയുടെ പേര് ബിയാലിക് എന്നാണ്. ഇസ്രയേലിൻ്റെ നാഷണൽ പോയറ്റാണ് ബിയാലിക്. 1903 യുക്രൈനിൽ കിഷിനോവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 49ഓളം ജൂതന്മാരെ കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞ സംഭവത്തെ ആസ്പദിച്ച് ബിയാലിക് ഒരു കവിത എഴുതുന്നു. ഇൻ ദി സിറ്റി ഓഫ് സ്ലോട്ടർ എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിതയിൽ ഈ ജൂതന്മാരെ പരിഹസിക്കുകയാണ്. നിങ്ങൾ ഭീരുക്കളാണ്, നിങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും നിങ്ങളുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എലികൾ മാളത്തിൽ ഒളിക്കും പോലെ കാടുകളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നായിരുന്നു ആ കവിത. ആ കവിത വായിച്ച ജൂതൻ്റെ അഭിമാനം ഉണരുകയും അങ്ങനെ ജൂതർ ഒരു പോരാട്ടവംശമായി മാറുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാകുന്നത്. ആ രാജ്യത്തെ നിർമ്മിച്ചതൊരു കവിതയാണ്. ആ കവിതയുടെ പേര് ഇൻ ദ സിറ്റി ഓഫ് സ്ലോട്ടർ എന്നാണ്. ആ കവിയുടെ പേര് ബിയാലിക് എന്നാണ്. നോക്കൂ, ഒരു കവിതയ്ക്ക് ഒരു രാജ്യത്തെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, തിയഡോർ ഹെർസൽ എന്ന് പറയുന്ന സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിൻ്റെ പേര് ദ ഓൾഡ് ന്യൂ ലാൻഡ് എന്നാണ്. ആ ദ ഓൾഡ് ന്യൂ ലാൻഡ് എന്ന് പറയുന്ന നോവൽ വായിച്ചിട്ടാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെടുന്നത്. അതിൻ്റെ ഹിബ്രു പരിഭാഷ എന്ന് പറയുന്നത് ടെൽ അവിവ് എന്നാണ്. ഇസ്രയേലിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ടെൽ അവിവ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ കഥകൾക്ക്, കവിതകൾക്ക് മനുഷ്യരെ കൂട്ടായി നിർത്താനും അങ്ങനെ മനുഷ്യരാശിയെ അതിജീവിക്കാനും പ്രാപ്തമാക്കിയത് ഈ പറയുന്ന കഥകളുടെ നിർമ്മാണമാണ് എങ്കിൽ ആ കഥകൾ ഉണ്ടാക്കിയത് നമ്മുടെ മസ്തിഷ്കമാണ്. അതൊരു കടുവയ്ക്ക് സാധ്യമായില്ല, അതൊരു മാനിന് സാധ്യമായില്ല, അത് ദിനോസറിന് സാധ്യമായില്ല, കാട്ടാനയ്ക്കും സാധ്യമായില്ല. ആ അർത്ഥത്തിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം വികസിച്ചു എന്നതുകൊണ്ട് നമുക്ക് ഭാവനയുണ്ടാക്കാൻ കഴിഞ്ഞു. ആ ഭാവനയിലൂടെ നമ്മൾ കഥകളുണ്ടാക്കി. ആ കഥകളുടെ അടിസ്ഥാനത്തിൽ കുലങ്ങളും ഗോത്രങ്ങളും ദേശങ്ങളും രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും വലിയ വലിയ നാഗരികതകളും ഉണ്ടായി. അതുകൊണ്ട് മനുഷ്യനായി എന്ന് പറയുന്നത് ഒറ്റ കാരണത്താലാണ്. അത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന തലച്ചോറാണ്. ആ മസ്തിഷ്കത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. കഥകളിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ കൂടി സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഒരുപക്ഷെ ഉണ്ണിയുടെ ഈ പുസ്തകം അവസാനമായിട്ടുള്ളൊരു സന്ദേഹമായിട്ട് പറയുന്നത്, നേരിട്ടല്ലെങ്കിലും ശാസ്ത്രം ഒരുപക്ഷെ അധികം വൈകാതെ ദൈവത്തെ തുടച്ചു മാറ്റും എന്നുകൂടിയാണ്. ഈ എൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഒരു സയൻറ്റിഫിക് പ്രോസസ്സിനെ കുറിച്ച് ഉണ്ണി അതിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പരിണാമത്തിൻ്റെ ഗതിവിഗതികളെ നിശ്ചയിക്കുന്നത് നാച്ചുറൽ സെലക്ഷനാണ്, സ്വാഭാവികമായ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. പക്ഷെ മനുഷ്യനവിടെ ഒരു ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുന്ന സാധ്യത വരുത്തിയെന്നും അതുകൊണ്ടാണ് പരിണാമത്തിൻ്റെ ഗതിവിഗതികൾ മാറുകയും പരിണാമത്തിൻ്റെ വേഗത വർദ്ധിക്കുകയും ചെയ്ത അതുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ തോന്നുന്നു. ഈ സാധാരണഗതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പരിണാമ സിദ്ധാന്തത്തിനെതിരായിട്ട് വാദിക്കുന്ന ആളുകൾ പറയുന്നത് മനുഷ്യരിലെത്തി പരിണാമം അവസാനിച്ചോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. കാരണം നമ്മൾ പറയുന്നത് ഏകകോശ ജീവിയിൽ നിന്ന് ആരംഭിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ പല ജീവികൾ രൂപപ്പെട്ട് അവസാനം ആൾക്കുരങ്ങിൽ നിന്ന് മനുഷ്യൻ. പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് പരിണമിക്കുന്നില്ല?
എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് പ്രശ്നം. ഈ പരിണാമങ്ങളെല്ലാം സംഭവിച്ചത്, സയൻസിൻ്റെ ആൻസറാണ് ഞാൻ പറയുന്നത്, ഈ പരിണാമങ്ങളെല്ലാം സംഭവിച്ചത് സ്വാഭാവികമായ പ്രകൃതിയിൽ ആണ്. സ്വാഭാവികമായ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പ്രകൃതിയല്ല. നമ്മൾ ഇന്ന് കാണുന്ന പ്രകൃതിയെ നമ്മൾ ഉണ്ടാക്കിയ പ്രകൃതിയാണ്. ഇപ്പം നമ്മളൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ പോയിട്ട് പറയും പ്രകൃതി വളരെ മനോഹരമാണ് എന്ന് പറയും. അങ്ങനെയല്ല, പ്രകൃതി നമ്മൾ മനോഹരമാക്കി അങ്ങനെ നിലനിർത്തിയതാണ്. നമുക്കാവശ്യത്തിന് നമ്മൾ വനങ്ങൾ വെട്ടിത്തെളിച്ചു, നമ്മൾ കൃഷിയിടങ്ങൾ ഉണ്ടാക്കി. ആ കൃഷിയിടങ്ങളിൽ കൃഷി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ അറ്റത്തിങ്ങനെ കൂടിയിരുന്നു. അങ്ങനെ കൂടിയിരുന്നപ്പോൾ നമുക്ക് മഴ കൊണ്ടു, വെയിൽ കൊണ്ടു. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ കുടിലുണ്ടാക്കി. അങ്ങനെ കുടിലുകൾ കൂടുതലായി, അതൊരു സെറ്റിൽമെൻറ്റായി. യഥാർത്ഥത്തിൽ ചരിത്രത്തിലൊരു തമാശയുണ്ട്. നമ്മൾ ഈ പറയുന്ന ഗോതമ്പ് അല്ലെങ്കിൽ അരി ഒക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് വിളയിച്ചെടുത്ത മനുഷ്യരാണ്. ഗോതമ്പും അരിയും ഒന്നും പ്രകൃതിയിൽ എവിടെയും ഒരു പ്രത്യേക സ്ഥലത്തായിട്ടുണ്ടാവില്ല. അത് പല സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. എന്നാൽ നമ്മളൊരു പ്രത്യേക സ്ഥലത്തേക്ക് ഈ വിത്തുകളെല്ലാം കൊണ്ടുവന്ന് അവിടുത്തെ നിലമൊരുക്കി, അവിടെ പാടമുണ്ടാക്കി, ആ പാടത്ത് കൃഷി ചെയ്തിട്ട് അതിന് കാവലിരിക്കുകയാണ്. കാരണം ഈ കിളികൾ വന്നത് കൊണ്ടുപോകരുത്, മൃഗങ്ങൾ വന്നത് നശിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായി. അങ്ങനെയാണ് ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ ചരിത്രം പറയുന്നൊരു കാര്യം, നമ്മൾ ഈ ചില വിളവുകളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്ന് പറയും. അതായത് നമ്മൾ ഈ ഗോതമ്പും അരിയുമൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്ന് പറയും. തിരിച്ചാണ് സംഭവിച്ചതെന്നാണ് പറയുക. ഈ അരിയും ഗോതമ്പും ഒക്കെ നമ്മളെയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. നമ്മളോടൊരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കാനും അവിടെ കുടിൽ കെട്ടാനും അവിടെ ഗ്രാമങ്ങൾ ഉണ്ടാക്കാനും പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ പ്രകൃതിയെ മാറ്റിയെടുത്തിട്ട് നമ്മൾ അണക്കെട്ടുണ്ടാക്കി. അണക്കെട്ട് ഒരിക്കലും പ്രകൃതിയിലില്ലല്ലോ. സ്വാഭാവിക പ്രകൃതിയിൽ എങ്ങനെയാണ് ഒരു അണക്കെട്ടുണ്ടാവുക? സാധ്യമല്ല. അപ്പം നമ്മൾ ഈ പറയുന്ന നദികളെയൊക്കെ അടച്ച് അണക്കെട്ടുണ്ടാക്കി. നമ്മൾ വലിയ മലകൾ തുരന്ന് പാതകൾ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഭൂമിയെ നമ്മുടേതായ രീതിയിൽ മാറ്റി തീർത്തു. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കി. അത് കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഇരിക്കുന്ന ഈ പ്രദേശം വളരെ സ്വാഭാവികമായ ഒരു പ്രകൃതിയേ അല്ല. നമ്മൾ നമ്മളുടെ അതിജീവനത്തിന് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു പ്രകൃതിയിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വീട് നിർമ്മിക്കുന്നത് പോലെയാണ് മനുഷ്യരാശി ഈ പ്രകൃതിയെ മാറ്റിയെടുത്തത്. നമുക്ക് ജീവിക്കാൻ പാകത്തിൽ നമ്മൾ ഈ പ്രകൃതിയെ മാറ്റിയെടുത്തു. സ്വാഭാവികമായും അതോടെ പരിണാമം അവസാനിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവിക പ്രകൃതിയിൽ മാത്രമേ പരിണാമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിന് അതിൻ്റേതായ യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാകണം. അതിൻ്റേതായ സങ്കലനങ്ങൾ ഉണ്ടാകണം. അതിൻ്റേതായ വേർപിരിയലുകൾ ഉണ്ടാവണം. അങ്ങനെയൊന്നും സാധ്യമല്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു പരിണാമ സാധ്യതയുമില്ല. എനിക്ക് ചിറക് മുളയ്ക്കാനുള്ള ഒരു സാധ്യതയുമില്ല. നിങ്ങൾക്കൊരു കുളം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം നമ്മൾ നമ്മളുടേതായ ഒരു സവിശേഷ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിച്ച് മരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് പരിണാമം മനുഷ്യനിൽ അവസാനിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടത്തി എന്നുള്ളതാണ്. ശാസ്ത്രം അതാണ് പറയുന്നത്. ഇതുവരെ മനുഷ്യനിലേക്ക് എത്തുന്നതുവരെ പ്രകൃതിയിൽ സംഭവിച്ചത് നാച്ചുറൽ സെലക്ഷനാണ്, പ്രകൃതിയുടെ സ്വാഭാവിക നിർദ്ധാരണമാണ്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ പ്രകൃതിയെ തന്നെ മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ സെലക്ഷനിലേക്ക് മാറി. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് കൃഷി. നമ്മൾ ഈ പറഞ്ഞ ഓരോ സ്ഥലത്തും നമ്മൾ വിത്തെടുത്തു കൊണ്ടുവന്ന് ഒരു പ്രത്യേക പ്രദേശം കൃഷിഭൂമിയാക്കി. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ സെലക്ഷനിലേക്ക് പോയി. സ്വാഭാവിക പ്രകൃതി ഇല്ലാതായി. അതോടുകൂടി പരിണാമം അവസാനിച്ചു. ഇനി മനുഷ്യനിൽ നിന്ന് ഒരു ജീവിക്ക് പരിണമിച്ചുണ്ടാകാൻ കഴിയുന്ന ഒരു സാധ്യതയും ഇന്ന് പ്രപഞ്ചത്തിൽ എവിടെയും നിലനിൽക്കുന്നില്ല. പ്രപഞ്ചത്തിലെ പരിണാമ പ്രക്രിയയെ നിശ്ചലമാക്കിയ ജീവിയുടെ മസ്തിഷ്കത്തെക്കുറിച്ചാണ് ഈ പുസ്തകം. മനുഷ്യനെ ഇത് സാധ്യമാക്കിയത് പരിണാമത്തിലൂടെ മനുഷ്യന് സിദ്ധിച്ച മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ ഉണ്ണി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മറ്റു ജീവികളുമായിട്ട് നമ്മുടെ മസ്തിഷ്കം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്സ്യത്തെ ജനിച്ച ഉടനെ നീന്താൻ ആരും പഠിപ്പിക്കേണ്ടതില്ല. മറ്റ് ജീവജാലികൾ ഭൂമിയിലേക്ക് പശുക്കുട്ടി ജനിച്ചു വന്നാൽ അപ്പം തന്നെ അത് ഓടിത്തുടങ്ങും. ജിറാഫ് ജനിച്ച് മണിക്കൂറിനുള്ളിൽ വേഗത്തിലോടും. എന്നാൽ ഏറ്റവും വലിയ ദീർഘമുള്ള ബാല്യകാലമുള്ള മനുഷ്യന് ഇതൊന്നും തന്നെ ജനിച്ച ഉടനെ സാധ്യമല്ല. മറ്റു ജീവികളുടെ മസ്തിഷ്കം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, മനുഷ്യ മസ്തിഷ്കം എന്നത് നിരന്തര ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരന്തര പരിണാമത്തിലൂടെ വികസിച്ച് സാധ്യതകളെ ഒരുക്കിയെടുക്കുന്ന ഒരു അവയവമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ ഈ നേരത്തെ ഉണ്ണി പറഞ്ഞ പരിണാമത്തെ പോലും നിശ്ചലമാക്കിയിട്ടുള്ളത്. ഈ മസ്തിഷ്കത്തിൻ്റെ വികാസത്തെക്കുറിച്ചൊന്ന് പറയാമോ? മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ
ജനിച്ചതിന് ശേഷമുള്ള പ്രക്രിയ. നിർഭാഗ്യവശാൽ നമ്മുടെ സമയം ടൈമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം, ഒരുപാട് ചോദ്യം ചോദിക്കാണ്ട്. നിർഭാഗ്യവശാൽ 10-15 മിനിറ്റ് കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത്. ഈ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ മസ്തിഷ്ക വികാസം സംഭവിച്ചുകൊണ്ടാണ് നമ്മൾക്ക് ഒരു ഭാവനയുണ്ടായതും ആ ഭാവനയിലൂടെ കഥകൾ ഉണ്ടായതും എന്നൊക്കെ. സുധീർ, ഇതിനകത്ത് ശാസ്ത്രം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 റിയാലിറ്റിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഒന്നിൻ്റെ പേര് ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്നാണ്, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. ഈ കസേര വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്, ഞാൻ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്, നമുക്കിത് കാണാം. അപ്പോൾ അതിനെയാണ് പ്രപഞ്ചത്തിൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കടല് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്, മണ്ണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ട്, ആത്മനിഷ്ഠമായ യാഥാർത്ഥ്യം. ഇപ്പം എനിക്കുണ്ടാകുന്ന സന്തോഷം, നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം, അല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ടാകുന്ന വേദന, ഇതെല്ലാം സബ്ജക്റ്റീവാണ്. നമുക്കത് കണ്ട് തൊട്ട് ഒന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു കസേര അനുഭവിക്കുന്നത് പോലെ നമുക്കൊരു വേദന മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ 2 റിയാലിറ്റിയാണുള്ളത്, സബ്ജക്റ്റീവ് റിയാലിറ്റിയും ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും. ഇത് ഭൂമിയിലെ സകല ജീവജാതികൾക്കുമുണ്ട്. ഒരു പശുക്കുട്ടിക്കുള്ള ഉണ്ട്, അതേപോലെ തന്നെ ഒരു മനുഷ്യനുമുണ്ട്, അല്ലേ? ഒരു പക്ഷിക്കുണ്ട്, ഒരു ആടിനുണ്ട്, ഒരു ആനയ്ക്കുണ്ട്. അങ്ങനെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവും ആത്മനിഷ്ഠ യാഥാർത്ഥ്യവും പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കുമുണ്ട്. എന്നാൽ മനുഷ്യൻ മറ്റൊരു റിയാലിറ്റിയെ കൂടി ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയും. അതിൻ്റെ ഒരു മലയാളമാക്കാൻ എനിക്ക് പ്രയാസമുണ്ട്, എന്നാലും ഇങ്ങനെ പറയാം. നിയമം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റിയാണ്. പക്ഷെ ഞാനും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒന്നാണ് നിയമം. നിയമത്തെ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. വേണമെങ്കിൽ യൂണിഫോം ഇട്ടൊരു പോലീസുകാരൻ നിയമത്തിൻ്റെ ഒരു ബിംബമാണ് എന്ന് പറയാം എന്നുള്ളതല്ലാതെ നിയമം ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാം, നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് വെക്കണം എന്നറിയാം, അല്ലെങ്കിൽ റോഡിൽ തുപ്പരുത് എന്നറിയാം. ഈ രീതിയിൽ ഒട്ടേറെ നിയമങ്ങൾ മനുഷ്യരാശി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ഒരുമിച്ച് പങ്കുവെക്കുന്നുണ്ട്. അതെങ്ങനെ സാധ്യമാകും? അപ്പോൾ എനിക്ക് വേദന ഉണ്ടാകുന്നുണ്ട്, അതൊരിക്കലും നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയില്ല. എൻ്റെ ശരീരത്തിലെ ഒരു മുറിവിൻ്റെ വേദന നിങ്ങൾക്ക് അനുഭവിക്കാനേ കഴിയില്ല. പക്ഷേ ഞാനും നിങ്ങളും ഒരേ സമയം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരു ഭരണഘടനയിൽ വിശ്വസിക്കുന്നു, ഒരു നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. ആ രീതിയിൽ നമ്മളൊരു ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി കൂടി ഉണ്ടാക്കി. അതുണ്ടാക്കിയതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊല്ലാത്തത് തടവ് ശിക്ഷ അനുഭവിക്കും, അല്ലെങ്കിൽ അത് പിടിച്ചു മാറ്റാൻ മറ്റാളുകൾ വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊന്നുകൂടാ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ്. അത് നമ്മളൊരു പ്രത്യേക വിദ്യാഭ്യാസം നേടിയിട്ട് ആർജിച്ചതുമല്ല. ആ രീതിയിൽ മനുഷ്യരൊരു ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. നേരത്തെ ചോദിച്ചതുപോലെ ഇതെല്ലാം സാധ്യമാക്കിയത് മസ്തിഷ്കമാണ്, മസ്തിഷ്കത്തിൻ്റെ വികാസമാണ് അത് സാധ്യമാക്കിയത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5-ാമത്തെ വയസ്സിലുള്ള നിങ്ങളാണോ 25-ാമത്തെ വയസ്സിലുള്ള നിങ്ങൾ? ഒരിക്കലുമല്ലല്ലോ. 5-ാമത്തെ വയസ്സിലെ അറിവല്ല 25-ാമത്തെ വയസ്സിലെ അറിവ്, 25-കാരൻ്റെ അറിവല്ല 50 വയസ്സുകാരൻ്റെ അറിവ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു മനുഷ്യനിൽ തന്നെ മസ്തിഷ്കം പല കാലഘട്ടങ്ങളിലൂടെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾക്കുള്ളിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അറിവുകളിലൂടെയും നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രാപ്തിയെ, കപ്പാസിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് മാത്രം സാധ്യമായൊരു പ്രത്യേകതയാണത് കേട്ടോ. ഇപ്പോൾ ഒരു ജീവിക്ക് ഒരു അപകടത്തെ അറിയാൻ പറ്റും, ആ അപകടത്തിൽ പോയി ചാടരുത് എന്നറിയാൻ പറ്റും. ഒരു കടുവയ്ക്ക് ദൂരെ ഒരു അക്രമി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും, അവിടെ പോയി പടരുത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് ആവർത്തിക്കില്ല ആ കടുവ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ മനുഷ്യർക്കത് കഴിയും. മനുഷ്യർക്ക് അത് ഒറ്റ അറിവ്, ഒരു പ്രാവശ്യം മതി. നീന്താൻ അറിയില്ലെങ്കിൽ കടലിൽ ചാടരുത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. അത് ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി നമ്മൾ, പിന്നെ ജീവിതത്തിൽ അത് പഠിക്കണ്ട. നീന്താൻ അറിയില്ലെങ്കിൽ കടലിൽ ചാടില്ല. ഇത് പക്ഷേ മറ്റു മൃഗങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കെണിവെച്ച് എപ്പോഴും മൃഗങ്ങളെ വീഴ്ത്താൻ കഴിയുന്നത്. ഒരു കെണിയിൽ നിന്ന് ഒരു ജീവി ഒരു പാഠം പഠിക്കുന്നില്ല. പക്ഷെ മനുഷ്യർക്കത് പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കം മനുഷ്യൻ ജനിച്ചു വീഴുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ആർജിക്കുന്ന അറിവുകളിലൂടെ നമ്മൾ നമ്മുടെ കപ്പാസിറ്റിയെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ സുധീർ സൂചിപ്പിച്ചതുപോലെ, ഏറ്റവും ദീർഘമായ ബാല്യകാലമുള്ള ലോകത്തെ പ്രപഞ്ചത്തിലെ ഏക ജീവി മനുഷ്യനാണ്. മനുഷ്യനൊന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഒരു 1.5 വയസ്സാകും. പിന്നെ ഒന്ന് സംസാരിക്കണമെങ്കിൽ അതിനു മുമ്പ് വീണ്ടും പ്രായമാകണം. നമുക്ക് എന്തെങ്കിലും സ്വന്തമായി ചെയ്യണമെങ്കിൽ ഒരു 5-6 വയസ്സൊക്കെ ആകണം. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ പശു പ്രസവിച്ചാൽ ആ പശുക്കുട്ടി 2 മണിക്കൂറിനുള്ളിൽ ഓടി നടക്കും. നിങ്ങളുടെ മുറ്റത്ത് ഓടി നടക്കും ഈ 2 മണിക്കൂറിനുള്ളിൽ.
അതേപോലെ തന്നെയാണ് മറ്റെല്ലാ മൃഗങ്ങളും. വളരെ ചെറിയ സമയം കൊണ്ട് അവരവരുടെ ജീവിതത്തിലേക്ക് വരും. മനുഷ്യനത് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യനാണ് ഏറ്റവും ദുർബലനായ ജീവി എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ആ ദുർബലനായ ജീവി അതിൻ്റെ ബാല്യകാലത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ജീവി അതിൻ്റെ മസ്തിഷ്കത്തെ ശക്തമാക്കുന്നു. മസ്തിഷ്കം നിർമ്മിക്കുന്ന ഒരു അവബോധത്തിലൂടെ ഈ പ്രകൃതിയെയും ഈ കുട്ടിയുടെ ബന്ധുക്കളെയും എല്ലാവരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ വളർന്ന് മനുഷ്യൻ മരിക്കുന്നത് വരെ മനുഷ്യൻ്റെ ഈ മസ്തിഷ്കത്തിൻ്റെ കപ്പാസിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഗുഹാമനുഷ്യനും ഈ പറയുന്ന ആധുനിക മനുഷ്യനും മനുഷ്യജീവി തന്നെയാണ്, ഒരു സംശയമില്ല. ഒരു 2 ലക്ഷം വർഷം മുമ്പ് ജീവിക്കുന്ന ഗുഹയിലെ ഒരു മനുഷ്യനും ഇന്നിപ്പോൾ ഇരിക്കുന്ന നമ്മളും മനുഷ്യർ തന്നെയാണ്. പക്ഷേ എത്ര വലിയ വ്യത്യാസമാണുള്ളത്. ആ ഗുഹാമനുഷ്യനും നമ്മളും മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ കഴിവുകളും ആ ഗുഹാമനുഷ്യൻ്റെ കഴിവുകളും എത്രയോ അജഗജാന്തരമാണ്. അത് താരതമ്യം ചെയ്യാൻ തന്നെ കഴിയത്തില്ല. അപ്പോൾ ഈ 2-3 ലക്ഷം വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുണ്ടായ വികാസത്തിലൂടെയാണ് ഇന്ന് നാം ഇരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ മസ്തിഷ്ക വികാസത്തെക്കുറിച്ചുള്ള അതിഭീകരമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യം കോൺഷ്യസ്നെസ് ആണ്. ബോധം എങ്ങനെ വർക്ക് ചെയ്യും, എന്താണ് ബോധം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ശാസ്ത്രം പറയുന്നത് 21-ാം നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മസ്തിഷ്കം ഈ പറയുന്ന ഒരുപാട് കോശങ്ങൾ ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഒരു മാംസമാണ് അല്ലേ. അതിനെങ്ങനെ നമുക്ക് കയ്യിലെടുത്ത് കാണാം. ആ മാംസം അതിൽ നിന്ന് എങ്ങനെയാണ് ബോധമുണ്ടാകുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശാസ്ത്രത്തിന് ഇനിയും പിടികിട്ടാത്തൊരു സമസ്യയാണ്. അടുത്ത ഘട്ടത്തിൽ ശാസ്ത്രം അത് കണ്ടെത്തും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയാൽ നിങ്ങളിരിക്കുന്ന ഈ കസേരയ്ക്കും ബോധമുണ്ടാക്കാൻ ശാസ്ത്രത്തിന് കഴിയും. ഇപ്പം തന്നെ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഈ മസ്തിഷ്കത്തിൻ്റെ കഴിവുകൾ മനുഷ്യൻ നിർമ്മിച്ച ഒരു കൃത്രിമ ജീവിയിലേക്ക് സാധ്യത ഒരുക്കിയൊരു കാലത്താണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെതായ സാധ്യത, ഒറ്റപ്പെട്ട മനുഷ്യൻ അതിജീവിക്കാൻ മസ്തിഷ്കത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് അതിജീവനത്തിന് ആവശ്യമായത്ര മാത്രം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് മസ്തിഷ്കം എന്നുള്ളതാണ്. മസ്തിഷ്കത്തിൻ്റെ സാധ്യതകളെ മുഴുവൻ അത് ഉപയോഗിക്കുന്നില്ല. ഓരോ പ്രത്യേക സാഹചര്യത്തിലും അതിജീവനത്തിന് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യ മസ്തിഷ്കത്തെ മറികടക്കുന്ന പുതിയ ബോധവും അല്ലെങ്കിൽ ഇൻ്റലിജൻസും വരുന്നു. അതെങ്ങനെയായിരിക്കും ഈ മനുഷ്യനുമായുള്ള ഈ മുന്നോട്ട് പോക്കിന് പരിണാമത്തിന് മറ്റൊരു പരിണാമത്തിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ പരിണാമത്തിലൂടെ ലോകത്തെ മാറ്റിയെടുക്കാൻ മനുഷ്യൻ ഒരുങ്ങുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മാത്രമേ നമുക്കിപ്പോൾ സമയമുള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നതാണ് ഇന്നിപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മൊബൈൽ ഫോണാണല്ലോ ഈ നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഉദാഹരണം. നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ മമ്മൂട്ടിയുടെ ഒരു സിനിമ സെർച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ഉച്ചയ്ക്ക് വീണ്ടും മമ്മൂട്ടിയുടെ ഒരു സിനിമ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ യൂട്യൂബ് വോളിൽ മമ്മൂട്ടിയുടെ ഒരു 5 പടങ്ങൾ വന്ന് കിടക്കുന്നത് കാണാം. അത് ഈ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റലിജൻസ് ആണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നത് മൊബൈലിന് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന് മനസ്സിലാകുന്നുണ്ട്. അതൊരു ഇൻ്റലിജൻസ് ആണ്. ഒരു യന്ത്രം ഇൻ്റലിജൻ്റായി മാറുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ നമ്മൾ യന്ത്രങ്ങളെ ഇൻ്റലിജൻ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും നന്നായി ശസ്ത്രക്രിയ ചെയ്യുന്നത് ഡോക്ടർമാരല്ല, മനുഷ്യരായ ഡോക്ടർമാരല്ല, യന്ത്രങ്ങളാണ്. ഏറ്റവും റോബോട്ടിക് ശസ്ത്രക്രിയയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ആക്യുറസി ഉള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ആ രീതിയിലൊക്കെ നമ്മൾ യന്ത്രങ്ങളെ ബുദ്ധിയുള്ള യന്ത്രങ്ങളാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നം ഇപ്പോഴും യന്ത്രങ്ങൾക്കുള്ളത്, ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെസ്സ് കളിക്കാരനായിട്ടുള്ള കാസ്പറോവിനെ IBMൻ്റെ ഒരു കമ്പ്യൂട്ടർ തോപ്പിച്ചിട്ടുണ്ട് കാസ്പറോവിനെ. പക്ഷേ ഇതേ കമ്പ്യൂട്ടറിന് ഒരു മാരത്തോൺ ഓട്ടത്തിൽ ജയിക്കാൻ കഴിയില്ല. കാരണം അത് ആ പ്രോഗ്രാം ഇല്ല, ആ കമ്പ്യൂട്ടറിലില്ല. അല്ല വേണ്ട, ഇപ്പോൾ കാസ്പറോവിനെ ചെസ്സ് കളിയിൽ തോപ്പിച്ച കമ്പ്യൂട്ടറിന് എന്നെ ഏണിയും പാമ്പും കളിയിൽ തോപ്പിക്കാൻ കഴിയില്ല. കാരണം അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടില്ല, അതിന് ആ കളി തന്നെ അറിയില്ല. ഇവിടെയാണ് മനുഷ്യർ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ കമ്പ്യൂട്ടറുകളെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കിക്കൊണ്ട് അതിന് സ്വയം ഒരു ബോധമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ അതാണ് ഇന്ന് ലോകം ഭയക്കുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
എവിടം വരെ കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു നാച്ചുറൽ ഇൻ്റലിജൻസ് ആയിട്ട് യന്ത്രങ്ങൾക്കകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ പിന്നെ മനുഷ്യരാശി ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ മറ്റു പല വിഷയങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, എങ്ങനെയാണ് മനുഷ്യൻ ഇതെല്ലാം സാധിച്ചത്, എങ്ങനെയാണ് സ്വപ്നങ്ങൾ കാണുന്നത്, എങ്ങനെയാണ് പ്രണയിക്കുന്നത്, എങ്ങനെയാണ് പ്രായമാവുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ എല്ലാ സാധ്യതകളെക്കുറിച്ചും ആ സാധ്യതകൾ സൃഷ്ടിച്ച മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആശയവിനിമയങ്ങളിലൂടെ അത് സംസ്കാരം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആശയവിനിമയം ഭയാനകമാമിതം വർദ്ധിച്ചിരിക്കുന്നതോടുകൂടി മനുഷ്യ സംസ്കാരം എങ്ങോട്ട് പോകുന്നുള്ള വലിയ ആശങ്ക ലോകത്തിനുണ്ട്. ഒരു പക്ഷേ അവിടെയും നേരത്തെ പറഞ്ഞതുകൂടെ കലയിലൂടെ, കഥയിലൂടെ, മനുഷ്യാവിഷ്കാരങ്ങൾ, സൗന്ദര്യാവിഷ്കാരങ്ങളുടെ മനുഷ്യൻ്റെ സംസ്കാരം തന്നെയായിരിക്കും മനുഷ്യനെ രക്ഷിക്കാൻ എത്തുക. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് നോട്ടിൽ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നിർഭാഗ്യവശാൽ സമയം നമ്മൾ അനുവദിക്കും. ഉണ്ണിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ പുസ്തകം വളരെ വിശാലമായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മസ്തിഷ്കത്തിൻ്റെ പരിണാമം ഉണ്ടായത്, അതേ തുടർന്ന് എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയിൽ വികാരങ്ങൾ ഉണ്ടായത്, ഇത്തരത്തിൽ അതുപോലെ എങ്ങനെയാണ് ഭാഷ ഉണ്ടായത്, എങ്ങനെയാണ് കലയുണ്ടായത്, അങ്ങനെയൊക്കെയുള്ള വിവിധ വശങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കുന്ന, ഒട്ടൊക്കെ ഫിലോസഫിക്കലായും പരിശോധിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാനിതിനു മുമ്പ് പ്രായമാകുന്നില്ല ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് DC ബുക്സ് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. അതിനകത്ത് മനുഷ്യൻ്റെ പ്രായം എന്ന് പറയുന്ന ഒരു മെറ്റഫറിനെ എടുത്തുകൊണ്ട് ഒരു പഠനമാണ് നടത്തുന്നത്. നിങ്ങൾക്കൊരു ചെറിയ കാര്യം പറയാം. നമുക്ക് പ്രായമാകണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണം. 10 വയസ്സുള്ള ഒരാൾ 50 വയസ്സിലെത്തണമെങ്കിൽ 50 വയസ്സ് വരെ ജീവിച്ചിരിക്കണം. അങ്ങനെ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കണം. ഒന്ന്, നമുക്ക് നല്ല മരുന്നുണ്ടാവണം. ഇപ്പോൾ 10ാമത്തെ വയസ്സിൽ ജലദോഷം ഉണ്ടായി, ഒരാൾക്ക് മരിച്ചു പോകാം. അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ. മരുന്നില്ല, മൂക്കും വായുവൊക്കെ അടഞ്ഞു പോകുന്നു, പെട്ടെന്ന് മരിച്ചു പോകുന്നു. അപ്പം മെഡിക്കൽ സയൻസ് വലിയ രീതിയിൽ വികസിച്ചാലേ മനുഷ്യർക്ക് പ്രായമാകാൻ കഴിയൂ. ഇനി ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയണം. ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായിരുന്നു ആദ്യത്തെ പുസ്തകം. അതിൽ 2ാമത്തെ പുസ്തകമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടാണ്, മനുഷ്യൻ എങ്ങനെയാണ് മസ്തിഷ്കത്തിലൂടെ അതിജീവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും ഒരു തുടർച്ചയായിട്ട് ഞാൻ പുസ്തകങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കണം. ഉണ്ണി ഇവിടെ ഉണ്ടാവും, പുസ്തക കടയിൽ കിട്ടും. ഇത് ശാസ്ത്രം മാത്രമല്ല, ദർശനം, മനഃശാസ്ത്രം, എല്ലാ വിഷയങ്ങളിലൂടെയും, മനുഷ്യസാധ്യമായ എല്ലാ വിഷയങ്ങളിലൂടെയും മസ്തിഷ്കത്തെ അന്വേഷിക്കുന്നു. ഈ സംവാദത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു.